പശ്ചിമേഷ്യയിൽ സമാധാനം ഉടനെങ്ങും ഉണ്ടാകില്ലെന്ന സൂചന നൽകി വീണ്ടും അങ്ങനെ കനലായി എരിയുകയാണ്. ലോകത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ സിരിയായി അറിയപ്പെടുന്ന ഹോർമൂസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന നാടകീയ നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ സൈനിക നീക്കങ്ങൾ ഇറാനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ അതിനുള്ള തിരിച്ചടിയായി ഹോർമൂസ് അടച്ചുപൂട്ടിയ ഇറാന്റെ നടപടി ഒരു വലിയ വിരോധാഭാസത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. കടലിടുക്ക് തുറന്നു കിട്ടാനായി ഇറാനെതിരെ വീണ്ടും യുദ്ധഭീഷണി മുഴക്കുന്ന അമേരിക്കൻ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. സമാധാന ചർച്ചകൾക്കും വെടിനിർത്തൽ കരാറുകൾക്കും അപ്പുറം ആയുധങ്ങളുടെയും ഉപരോധങ്ങളുടെയും ഭാഷയിൽ സംസാരിക്കാനാണ് ലോകശക്തികൾ ഇപ്പോൾ താൽപ്പര്യപ്പെടുന്നത് എന്നതിൻ്റെ തെളിവാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന പുതിയ വാർത്തകൾ. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ടു വന്ന വെടിനിർത്തൽ കരാർ കേവലം 24 മണിക്കൂർ പോലും തികയ്ക്കാതെ തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. യുഎസും ഇസ്രയേലും ധാരണകൾ ലംഘിച്ചുവെന്ന ഇറാന്റെ ആരോപണം മേഖലയിലെ വിശ്വാസ്യതയുടെ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ലെബനനിലെ ആക്രമണങ്ങൾ തുടരുന്നതും ഇറാന്റെ വ്യോമപരിധി ലംഘിച്ച് ഡ്രോണുകൾ എത്തിയതും സമാധാന ശ്രമങ്ങളെ പാടെ തകർത്ത് കളഞ്ഞു. ഇതിന് മറുപടിയായി ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ ലോകം ഭീതിയോടെ നോക്കുന്നത് എണ്ണവിലയിലേക്കാണ്. പശ്ചിമേഷ്യയിലെ ഒരു ചെറിയ വിള്ളൽ പോലും ആഗോള വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിന് തെളിവായി ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $97 കടന്നിരിക്കുന്നു. ഇത് കേവലം ഒരു വിലക്കയറ്റമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക തളർച്ചയുടെ സൂചനയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ തീയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമാണ്. തന്റെ പടക്കപ്പലുകളും സൈന്യവും മേഖലയിൽ നിന്ന് പിന്മാറില്ലെന്ന് ഉറപ്പിച്ചു പറയുന്ന ട്രംപ് ഇറാന് നൽകുന്നത് ഇതുവരെ ആരും കാണാത്ത തരത്തിലുള്ള ഒരു യുദ്ധത്തിന്റെ മുന്നറിയിപ്പാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് തുറന്നു വിടുമെന്നുമുള്ള മുൻ ധാരണകൾ ഇറാൻ പാലിക്കണമെന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ ഇതിനിടയിലും ഇറാന് ആയുധം നൽകുന്ന രാജ്യങ്ങൾക്ക് മേൽ 50% തീരുവ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയിലൂടെ സാമ്പത്തിക യുദ്ധത്തിനും അദ്ദേഹം തുടക്കമിട്ടിരിക്കുകയാണ്. വിദേശ നയങ്ങളിൽ ട്രംപ് സ്വീകരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് സഖ്യകക്ഷികളെ പോലും അമ്പരപ്പിക്കുകയാണ്. ട്രംപിന്റെ വിമർശനങ്ങൾ ഇറാനിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. നാറ്റോ സഖ്യത്തിനെതിരെ അദ്ദേഹം ഉയർത്തുന്ന രൂക്ഷ വിമർശനങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലെ ഭിന്നതയുടെ ആഴം വ്യക്തമാക്കുന്നു. ഇറാനെതിരായ ആക്രമണത്തിൽ പങ്കുചേരാത്ത യൂറോപ്യൻ രാജ്യങ്ങളോടുള്ള അമർഷം ഗ്രീൻലാൻഡിനെ പരാമർശിച്ചാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അമേരിക്കയെ സഹായിക്കാത്ത നാറ്റോ സഖ്യം ഇനിയും സഹായം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന ഭീഷണി ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ വ്യോമപാത അമേരിക്കൻ സൈന്യത്തിന് നിഷേധിച്ചതും ഹോർമൂസ് തുറക്കാനായി സൈന്യത്തെ അയക്കാൻ മടിച്ചതും ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത് സഖ്യകക്ഷികൾക്കിടയിലെ ഐക്യത്തിന് മേൽ വലിയ നിഴൽ വീഴ്ത്തുന്നു. ഇറാൻ മുന്നോട്ട് വച്ച പുതിയ 10 നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹോർമൂസ് കടലിടുക്കിലെ തങ്ങളുടെ പരമാധികാരത്തെക്കുറിച്ചാണ്. സംഘർഷം അവസാനിച്ചാലും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പഴയതുപോലെയാകില്ല എന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. ഓരോ കപ്പലിൽ നിന്നും ട്രാൻസിറ്റ് ഫീസ് ഈടാക്കാനുള്ള ഇറാന്റെ നീക്കം ലോക വ്യാപാരത്തെ സാരമായി ബാധിക്കും. ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരമാകും നൽകുക. എണ്ണ ഇറക്കുമതിക്കായി ഈ പാതയെ ഏറെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ ഇറാന്റെ ഈ നിബന്ധനയെ എങ്ങനെ നേരിടുമെന്നത് കണ്ടറിയണം. ഇറാന്റെ ഈ നീക്കത്തിന് ട്രംപ് നിശബ്ദമായ സമ്മതം നൽകിയിട്ടുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കാനായി ഇറാൻ നടത്തുന്ന ഈ വിലപേശൽ ഭൗമരാഷ്ട്രീയത്തിലെ പുതിയൊരു തന്ത്രമാണ്. ആഗോള സാമ്പത്തിക വിപണിയിൽ ഈ സംഘർഷമുണ്ടാക്കുന്ന ഓളം ചെറുതൊന്നുമല്ല. ഇന്ത്യൻ ഓഹരി വിപണിയിൽ സെൻസെക്സ് 600 പോയിന്റോളം ഇടിഞ്ഞതും നിഫ്റ്റി 160 പോയിന്റ് താഴ്ന്നതും നിക്ഷേപകരുടെ ആശങ്കയാണ് വെളിപ്പെടുത്തുന്നത്. എണ്ണവില വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കൂട്ടുകയും രൂപയുടെ മൂല്യത്തെ ബാധിക്കുകയും ചെയ്യും. പാകിസ്ഥാന്റെ സാമ്പത്തിക നിലയും ഈ സംഘർഷത്തെ തുടർന്ന് കൂടുതൽ പരിങ്ങലിലായിരിക്കുകയാണ്. ഒരു വശത്ത് സമാധാനത്തിനായി വാദിക്കുകയും മറുവശത്ത് ഉപരോധങ്ങളും ഭീഷണികളും തുടരുകയും ചെയ്യുന്ന ഈ വൈരുദ്ധ്യം ലോകത്തെ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ മുനമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ പടപ്പുറപ്പാട് യഥാർത്ഥത്തിൽ സമാധാനത്തിനാണോ അതോ മേഖലയിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഹോർമൂസ് കടലിടുക്ക് ഒരു അടഞ്ഞ വാതിലായി തുടരുന്നത് ലോകത്തിന് താങ്ങാനാവില്ല. എന്നാൽ ആ വാതിൽ തുറക്കാനായി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ കൂടുതൽ നാശത്തിലേക്കാണോ നയിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇറാൻ മുന്നോട്ട് വച്ച ട്രാൻസിറ്റ് ഫീ എന്ന നിബന്ധന അംഗീകരിക്കപ്പെട്ടാൽ അത് സമുദ്ര വ്യാപാര നിയമങ്ങളിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തും. ഇത് മറ്റ് രാജ്യങ്ങളും അനുകരിച്ചാൽ ലോക വ്യാപാരം കടുത്ത പ്രതിസന്ധിയിലാകും. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന ലളിതമായ സത്യം നിലനിൽക്കുമ്പോഴും ലോകശക്തികൾ ആയുധത്തിൽ വിശ്വസിക്കുന്നത് വിരോധാഭാസമാണ്. ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളും പാളുന്നത് മേഖലയിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ്. ട്രംപിന്റെ ആരും കാണാത്ത യുദ്ധം എന്ന ഭീഷണി കേവലം വാക്കുകളിൽ ഒതുങ്ങുമോ അതോ അത് യാഥാർത്ഥ്യമാകുമോ എന്നത് വരും ദിവസങ്ങളിലെ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും.
ഗ്രീൻലാൻഡിനെ കുറിച്ചുള്ള ട്രംപിന്റെ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഭൗമരാഷ്ട്രീയം ഇന്ന് കേവലം ഭൂപ്രദേശങ്ങൾ കൈക്കലാക്കാനുള്ള മത്സരമായി മാറിയിരിക്കുന്നു. ഭാവിയിൽ ഹോർമൂസ് കടലെടുക്ക് കടന്നുപോകുന്ന ഓരോ കപ്പലും ഇറാന്റെ അനുമതിക്കായി കാത്തു നിൽക്കേണ്ടി വരുന്നത് ഒരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമാകാം. ഇന്ത്യയെ പോലെയുള്ള വളരുന്ന സാമ്പത്തിക ശക്തികൾക്ക് ഇത്തരം നീക്കങ്ങൾ വലിയ വെല്ലുവിളികളാണ്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ പാതകൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഇറാന്റെ പുതിയ നിബന്ധനകളോട് പൊരുത്തപ്പെടുകയോ ചെയ്യേണ്ടി വരും എന്നതാണ് സാഹചര്യം. സമാധാനത്തിനായുള്ള ഓരോ ചുവടും യുദ്ധത്തിലേക്കുള്ള വഴിയായി മാറുന്ന പശ്ചിമേഷ്യൻ സമവാക്യങ്ങൾ ലോകത്തെ എവിടെ എത്തിക്കുന്നു എന്നത് കാത്തിരുന്നു കാണാം. വിപണികൾ തളരുമ്പോഴും എണ്ണവില കുതിച്ചുയരുമ്പോഴും സാധാരണക്കാരൻ ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: ഈ അധികാര വടംവലികൾക്ക് ഒടുവിൽ ആർക്കാണ് സമാധാനം ലഭിക്കുക? ലോകം ഒരു കരിനിഴലായിരിക്കുമ്പോൾ നയതന്ത്രജ്ഞതയുടെയും സംയമനത്തിന്റെയും പാതയിലേക്ക് തിരിച്ചു വരിക എന്നത് മാത്രമാണ് ഏക പോംവഴി. ആഗോള താൽപ്പര്യങ്ങളെ മുൻനിർത്തി ഇറാനും അമേരിക്കയും ഇസ്രയേലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഈ വിരോധാഭാസം ലോകത്തെ ഒരു മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പശ്ചിമേഷ്യയിലെ ഓരോ സ്പന്ദനവും ഇന്ന് ലോകത്തിന്റെ ഓരോ കോണിലും പ്രകമ്പനം സൃഷ്ടിക്കുന്നു എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾക്ക് പകരം യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വട്ടമിടുമ്പോൾ മനുഷ്യത്വം എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി അങ്ങനെ അവശേഷിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്നത് ആയുധങ്ങളിലേക്കല്ല, മറിച്ച് വിവേകപൂർണമായ തീരുമാനങ്ങളിലേക്കാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെടുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ നയതന്ത്രത്തിന്റെ പുതിയ വഴികൾ തേടുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏക വഴി. ഹോർമൂസ് കടലെടുക്ക് കേവലം ഒരു ജലപാതയല്ല, അത് ലോകത്തിന്റെ അതിജീവനത്തിന്റെ അടയാളമാണ്. അത് തുറന്നിടുക എന്നത് ലോകത്തിന്റെ ആവശ്യമാണ്. എന്നാൽ അത് യുദ്ധത്തിലൂടെ ആവരുത് എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.